ഇതിപ്പോൾ കുറേ ദിവസങ്ങളായിട്ടോ നാട്ടിലേക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെ എണീറ്റ ഉടനെ ഞാൻ ഡോറ് തുറന്ന് പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് തൊടിയിലൊക്കെ ഇറങ്ങി നോക്കുകയും ചെയ്യാം. ആ കൂട്ടത്തിൽ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ നമ്മുടെ ഫ്രണ്ടിലുള്ള ചെറിയ മാവും കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടത് കായ്ക്കുകയാണ്. ഇത് വേറെ മാവാണ് കേട്ടോ. ഈ മാങ്ങ അച്ചാറിടാനൊക്കെ പറ്റുള്ളൂ. പഴുത്ത് കഴിഞ്ഞാൽ നാര് കൂടുതലുള്ള മാങ്ങയാണ്. ഈ മാവുണ്ടല്ലോ ആദ്യം കായ്ക്കാറേ ഇല്ലായിരുന്നു. ഏറ്റവും മുകളിൽ ഒരു 10-15 മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് വലിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ മാവിന് അടുത്തുള്ള 2-3 മരങ്ങൾ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിൽ കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്തവണയാണ് കേട്ടോ ഇത്രയെങ്കിലും മാങ്ങ ഇതിൽ ഉണ്ടായിട്ടുള്ളത്. കാറ്റും മഴയും പിന്നെ പക്ഷികളൊക്കെ കൊത്തിയിട്ടും കുറച്ചധികം താഴെ വീണ് പോയിട്ടുമുണ്ട്. അപ്പോൾ ദാ ഒരു വാഴയും മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് മാങ്ങയുടെ മണവും രുചിയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ മാങ്ങയും കഴിക്കാറില്ല. നല്ല മാങ്ങ മാത്രമേ കഴിക്കാറുള്ളൂ. ഏതായാലും ഇത് അത്യാവശ്യം രുചിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് നമ്മൾ പോകുമ്പോൾ കുറച്ചധികം പൊട്ടിച്ചിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. മഴയുള്ളതുകൊണ്ട് തന്നെ കറിവേപ്പിലയും നന്നായിട്ട് തളിർത്ത് വളർന്നിട്ടുണ്ട്. പോകുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൊടിയിലെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്